സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനങ്ങനെ എൻ്റെ കൊച്ചിയിലെ അപ്പാർട്ട്മെൻറ്റിലെത്തി കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ഞാൻ ഇങ്ങോട്ടേക്ക് വരാനുള്ള ബാഗൊക്കെ പാക്ക് ചെയ്യുന്നത്. വൈകിട്ടുള്ള 7 o'clock ട്രെയിനായിരുന്നു ഞാൻ കയറിയത്. ഇങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്കും 11 o'clock കഴിഞ്ഞ് 12 o'clock ആവാനായ ഒരു ടൈമിലാണ് ഞാൻ ഇങ്ങോട്ടേക്ക് കയറിയിരുന്നത്. ഭയങ്കര ക്ഷീണമുണ്ട്. റൂമാണെങ്കിലും ഭയങ്കര അലങ്കോലമായി കിടക്കുക. ഞാനും പിന്നെ വർഷിച്ചുമാണ് റൂമിലുള്ളത്. മേലിൽ 2 പേര് റൂമിലില്ല. ഇപ്പോൾ ഞാനും നാട്ടിൽ തന്നെ ചേച്ചി അതുപോലെ കുറച്ച് ദിവസത്തിന് എക്സാമും കാര്യങ്ങളൊക്കെ കൂടി ആയിട്ട് ലീവ് എടുത്ത് നാട്ടിലോട്ട് പോയേക്കുന്നു. അപ്പോൾ ആ ഒരു അത്രയും ദിവസത്തിൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് റൂമിൽ. ഇത് നമുക്കതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഇപ്പോൾ കാണുന്ന ഈ സാധനം ഉണ്ടല്ലോ, അത് ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ സത്യമായിട്ട് എനിക്കറിയില്ല കേട്ടോ. വീട്ടിലത് കാണുന്നു, ഞാനത് എടുത്ത് പോരുന്നു, അത്രയേ ഉള്ളൂ. നമ്മൾ ഈ ടാബ് ലാപ്പൊക്കെ യൂസ് ചെയ്യത്തില്ലേ, അതുപോലെ തന്നെയാണ് കേട്ടോ ഇതും. പക്ഷേ ഇത് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് വേറൊരു ഫോണൂടെ വേണം. അതായത് ഇതിന് ബാക്കിലൊരു സ്പേസ് ഉണ്ട്, വേറൊരു ഫോൺ വെക്കാനുള്ള സ്പേസ്. ആ സ്പേസിൽ ഫോൺ വെച്ചിട്ട് വേണം നമുക്ക് ഇങ്ങനെ കാണാൻ വേണ്ടി. ഇതിൻ്റെ പേര് എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. അറിയുന്നവരെന്തായാലും താഴെ മെൻഷൻ ചെയ്യട്ടോ. ഇത് വാപ്പി ഗൾഫിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാട്ടോ. എൻ്റെ ഒരു ഓർമ്മ വെച്ചിട്ട് അങ്ങനെയാണ്. എന്തായാലും എന്താ അടിപൊളിയാണ്, കൊള്ളാം. പിന്നെ ഈ റൂമിൽ കാണുന്ന ഒരുവിധ സാധനങ്ങളെല്ലാം തന്നെ ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളതാട്ടോ. എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച സാധനം കേട്ടോ ഈ ലോണ്ടറി ബാസ്ക്കറ്റ്. ഞാൻ ഒരുപാട് വീഡിയോസിലും റീൽസിലൊക്കെ ഞാനിങ്ങനെ കണ്ടേക്കുന്ന. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മീഷോയിൽ നോക്കി. പക്ഷെ മീഷോയിൽ നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഓഫർ കിടക്കിയിരുന്നു. ഞാൻ വാങ്ങിക്കുമ്പോൾ 98 rupees മാത്രമേ ഉള്ളൂ. ഈ ഒരു ലോണ്ടറി ബോക്സിന് ഭയങ്കര ക്വാളിറ്റിയാണ്, നല്ല അടിപൊളിയാണ്. ബ്ലാക്ക് ആൻഡ് ലൈറ്റ് ഗ്രേ കളറാണ് കേട്ടോ അത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിട്ടോ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നത്, ഓർഗനൈസ് ചെയ്യുന്നതൊക്കെ. അതുകൊണ്ടിട്ട് ഞാനൊരു മടിയും ഇല്ലാതെ ചെയ്യുന്നത്. പിന്നെ അതുപോലെ ഇന്നിവിടെ കിടന്ന് ഉറങ്ങാനുള്ളതല്ലേ, അപ്പോൾ പിന്നെ ചെയ്തല്ലേ പറ്റും. പിന്നെ ഇവിടെ സൈഡിൽ കാണുന്ന ഒരു ക്ലോത്ത് ഷെൽഫ് ഉണ്ടല്ലോ, അത് ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്തതാട്ടോ. എനിക്കും വർഷേച്ചിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല അടിപൊളിയാണ്. ഇത് ഇഷ്ടപ്പെട്ടോണ്ട് തന്നെയാണ് ഞാൻ വീട്ടിലേക്ക് ഒന്ന് വാങ്ങിച്ചേക്കുന്നത് കേട്ടോ. ഷെൽഫിൻ്റെ ഇൻസൈഡ് വന്നിട്ട് 4 layer ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ലിങ്ക് എന്തായാലും ഞാൻ താഴെ മെൻഷൻ ചെയ്യാം, എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കങ്ങനെ ആൾക്കാർ കുറേ ഉണ്ടാവുന്നതിന് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് 1 or 2 ആരും ഇല്ലാത്തതാണ് ഒന്നുകൂടെ ഇഷ്ടം. എന്നാലും ഒരാൾ മതി. അതായത് എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞിരിക്കാമല്ലോ, അപ്പോൾ പെട്ടെന്ന് നമ്മൾ പണി കഴിയും. ഈ ബെഡ്ഷീറ്റ് ഞാൻ ഓർഡർ ചെയ്യുന്ന ടൈമിൽ ഈ ഒരു കളറല്ല കേട്ടോ ഞാൻ വിചാരിച്ചത്. ഇതിനേക്കാളും ഇച്ചിരിയുടെ ഡാർക്കായിട്ടുള്ള ഗ്രേ കളറില്ലേ, അതാട്ടോ ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴൊക്കെ അത് ഈ ഒരു ലൈറ്റ് ഗ്രേ ആയിപ്പോയി. ഇതിന് എന്തായാലും അടിപൊളിയാണ്. ഇത് ഞാൻ മീഷോ തന്നെ പർച്ചേസ് ചെയ്തതാട്ടോ. ഈ കാണുന്ന 2 കുട്ടി പില്ലോസ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാട്ടോ. അതായത് നമ്മൾ ചെറുതാകുമ്പോഴൊക്കെ വീട്ടിൽ ചെറിയ പില്ലോ അല്ലേ യൂസ് ചെയ്യുന്നത്. ഏകദേശം ഞങ്ങൾ ഇച്ചിരി മുന്നേ വരെ നമുക്ക് എല്ലാവർക്കും ആ ഒരു കുഞ്ഞ് പില്ലോ തന്നെ ആയിരുന്നു കേട്ടോ. ഇപ്പോഴാട്ടോ അതൊരു വലിയ പില്ലോയിലോട്ട് മാറ്റിയത്. പക്ഷെ എന്നാലും എനിക്കിഷ്ടമാണ് ഈ കുഞ്ഞ് പില്ലോയിൽ കിടക്കാനാട്ടോ. എനിക്ക് കുഞ്ഞിലെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാട്ടോ ഈ പില്ലോ കവർ ഇങ്ങനെ ഇടുന്നത്. നമ്മൾ കിടക്കാൻ നേരത്ത്, അതായത് പില്ലോ കവർ മാറ്റാൻ സമയമാകുമ്പോൾ ഉമ്മ എല്ലാവരും പില്ലോ കവർ എടുത്ത് കൊണ്ടുവന്നിട്ട് ഇടാൻ പറയും. പക്ഷേ ഞാൻ എന്ത് പറയും, ഞാൻ എല്ലാവർക്കും ഇട്ടരാന്ന് പറഞ്ഞിട്ട് ഞാനാട്ടോ അത് ഇട്ട് കൊടുക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു കാര്യമാണത്. ഇപ്പോഴും എനിക്കത് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. ഈ ബെഡ്ഷീറ്റിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും താഴെ കൊടുക്കാട്ടോ. നല്ല അടിപൊളി ബെഡ്ഷീറ്റാണ്, പ്യുവർ കോട്ടൺ ആണ്. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അങ്ങനെ ബെഡ് കൊട്ടലും ബെഡ്ഷീറ്റ് വിരിക്കലും ഒക്കെ കഴിഞ്ഞു. ഇനി തൂത്ത് വാരിയിട്ടൊന്നും തുടച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ എടുക്കുന്നത് മീഷോ തന്നെ പർച്ചേസ് ചെയ്തിട്ടുള്ള കേർട്ടൻസ് ആണ്. അതായത് സൈഡിലുള്ള അതേ സിമിലർ കേർട്ടൻ തന്നെയാട്ടോ ഇത്. 2 കേർട്ടൻസ് ഉണ്ട്, വൈറ്റ് ആൻഡ് വയലറ്റ്. 2 സെപ്പറേറ്റ് ആണ്. സെപ്പറേറ്റിനെ നമ്മൾ ഓർഡർ ചെയ്യണം കേട്ടോ. എൻ്റെ ഒരു ഐഡിയ പ്രകാരം 2 സൈഡിലായിട്ട് വയലറ്റും സെൻട്രലായിട്ട് വൈറ്റും വെക്കാമെന്നായിരുന്നു. പക്ഷെ ഞാൻ ഓർഡർ ചെയ്തപ്പോൾ ഒരു മിസ്റ്റേക്ക് പറ്റി. ക്വാണ്ടിറ്റി എന്നുള്ള ഭാഗത്ത് 1 കൊടുത്തു. 1 കൊടുക്കാൻ മെയിൻലി കാരണം 1 പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ജോഡി എന്നാണ്. പക്ഷെ അത് ഒരൊറ്റ കർട്ടൻ മാത്രമേ ഉള്ളൂ. വന്നപ്പോൾ ഒരൊറ്റ കർട്ടൻ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാനത് തിരിച്ചു കൊടുക്കാൻ നിന്നില്ല. അപ്പോൾ ഓർഡർ ചെയ്യാൻ എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ ഓർഡർ ചെയ്തില്ല. ഇനി അത് ഓർഡർ ചെയ്യണം. 2 സൈഡിലും സെയിം കർട്ടൻ ആയതുകൊണ്ട് നല്ല ഭംഗിയുണ്ടല്ലേ റൂം കാണാൻ. എനിക്കിങ്ങനെ റൂം എപ്പോഴും ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കണം. അതാവുമ്പോഴേ നമുക്ക് എപ്പോഴും ഭയങ്കരമായിട്ടുള്ള പോസിറ്റീവ് തിങ്സ് ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഭയങ്കര ഗ്ലൂമി ആയിട്ട് തന്നെ ആയിരിക്കും. ഡെയിലി എപ്പോഴും നമുക്ക് നമ്മളുടെ റൂമൊന്നും ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റില്ല. ഡീപ്പായിട്ടല്ല, അങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല. വീക്കിലെങ്കിലും നമ്മൾ അതിനൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതായത് ഷെൽഫൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ നോക്കുക. ഷെൽഫിലെ സാധനങ്ങൾ, പിന്നെ ബെഡൊക്കെ നല്ല വൃത്തിയിൽ വിരിക്കാൻ നോക്കുക. കർട്ടൻസൊക്കെ ജസ്റ്റ് ഒന്ന് ഭയങ്കര ഡസ്റ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാൻ
നോക്കുക. 2026 ഞാൻ എടുത്തൊരു ഡിസിഷൻ ആട്ടോ ഇത്. എല്ലാ കാര്യങ്ങളും ഭയങ്കര നീറ്റായിട്ട് ചെയ്യാന്നുള്ളത്. ഞാനിപ്പോൾ എൻ്റെ ഈ റൂം നാളെ ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞ് കിടക്കുകയാണെങ്കിൽ ഞാൻ പിന്നെ അതൊക്കെ ചെയ്യുന്നുണ്ടാവില്ല. ഞാൻ മടി പിടിച്ചാലും കിടക്കും. നമുക്ക് ഇന്ന് ചെയ്യണമെന്ന് തോന്നുന്ന കാര്യം നമ്മൾ ഇന്ന് തന്നെ ചെയ്യാട്ടോ. പിന്നേക്ക് നമ്മളത് മാറ്റി വെക്കുമ്പോൾ നമുക്കത് പിന്നെ ഒട്ടും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ ഈ അപ്പാർട്ട്മെൻറ്റിൽ ടോട്ടലി 4 പേരാണ് കേട്ടോ. 2 പേര് എൻ്റെ റൂമിലും, അതായത് ഞാനും ചേച്ചി ഈ റൂമിലും, വേറെ 2 പേര് മറ്റു റൂമിലാണ് കേട്ടോ. തുടക്കൽ ഇപ്പോൾ കഴിഞ്ഞുള്ളൂ കേട്ടോ. അതാട്ടോ ഞാൻ ചപ്പൽ അയച്ചിട്ട് നടക്കുന്നത് നനവായതുകൊണ്ട്. അവിടെ സൈഡിൽ കാണുന്ന കുഞ്ഞ് ഓർഗനൈസറില്ല, അത് ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്തതാട്ടോ. അതാട്ടോ ഞാൻ ആദ്യം പറഞ്ഞത്, ഒരുവിധ സാധനങ്ങളും ഞാൻ ഈ മീഷോന്ന് പർച്ചേസ് ചെയ്തതാണ് ഈ റൂമിലുള്ളത്. ഇവിടെയുള്ള സൈഡിലുള്ള ഹാങ്കറും ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്ത് തന്നെയാട്ടോ. ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്ത എല്ലാ തിങ്സിൻ്റെ ഒരു വീഡിയോ തന്നെ ചെയ്യാം ഈ റൂമിലുള്ളത്. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഇങ്ങനെ നടു നിർത്തിയിരിക്കുമ്പോൾ എന്തൊരു രസമാണെന്നറിയോ, എന്തൊരു സുഖമുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ പ്രൊഡക്റ്റിൻ്റെ ലിങ്കും താഴെ കൊടുക്കാം കേട്ടോ, ഒന്ന് ചെക്ക് ചെയ്യാൻ. ഇതാണ് കേട്ടോ എൻ്റെ റൂം. എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഇനി ഒന്ന് ഉറങ്ങണം, ഒന്ന് ഫ്രഷ് ആവണം, എന്നിട്ട്